بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد. عن جابر بن سمرة جابر رضي الله عنه തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, وكنت إذا نظرت إليه قلت أكحل العينين وليس بأكحلا. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി തങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയാൽ ഖുൽതു, ഞാൻ പറയും, മക്ഹലൽ ഐനൈൻ, നബി തങ്ങളുടെ കണ്ണ് രണ്ടും സുർമയിട്ടതാണെന്ന് ഞാൻ പറയും. വലൈസ ബിഅക്ഹല, ഏത് സ്ഥിതിയിൽ നബി തങ്ങൾ ആ സമയത്ത് സുർമയിട്ടിട്ടില്ല. സുർമയിടാത്ത സന്ദർഭത്തിലും നബി തങ്ങളുടെ കണ്ണ് കണ്ടാൽ സുർമയിട്ടതുപോലെ നല്ല സൗന്ദര്യമുடைய കണ്ണായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ്. ഇമാം തുർമുദി ശമാഇൽ തുർമുദിയിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാൻ നബി തങ്ങളുടെ കണ്ണിന്റെ വിശേഷണം പറഞ്ഞെടുത്ത് അദ്അജുൽ ഐനൈൻ, നബി തങ്ങളുടെ കണ്ണിന്റെ രണ്ട് കൃഷ്ണമണിയും കറുകറുത്തവരായിരുന്നു. അഹ്ദബുൽ അസ്വാർ, നബി തങ്ങളുടെ കൺപീലികൾ നീളമുള്ളതും അധികരിച്ചതുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നോക്കൂ, നബി തങ്ങളുടെ കണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളാണ്. റസൂലുള്ളാഹിന്റെ കണ്ണിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പിരികം, അതിന്റെ വിഷയവും ഇമാമുകൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സുവൈദ് ബിൻ വഫ്ലത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദിഹൽ ജബീൻ, നബി തങ്ങളുടെ നെറ്റിത്തടം അത് വ്യക്തമായതായിരുന്നു. മറ്റൊരു ഹദീസിൽ ശമാഇൽ മുഹമ്മദിയിൽ കൊണ്ടുവന്നിടത്ത് കാണാം, നബി തങ്ങൾ വാസിഅൽ ജബീൻ, നെറ്റിത്തടം വിശാലമായവരായിരുന്നു നബി തങ്ങൾ. നബി തങ്ങളുടെ നെറ്റിത്തടം വ്യക്തമായ നെറ്റിത്തടമായിരുന്നു. പോരാ, അഹ്ദബ മഖ്റൂഅൽ ഹജിബൈൻ, നബി തങ്ങളുടെ പിരുകം നേരിയതും നീണ്ടു വളഞ്ഞതും തമ്മിൽ ചേർന്നതുപോലെ തോന്നിക്കുന്നതുമായിരുന്നു. മഖ്റൂനൽ അജിബൈൻ എന്ന് പറയുന്നെങ്കിലും മറ്റൊരു ഹദീസിൽ കാണാം, ഫീ ഗൈരി ഖറനിൻ എന്ന് അസജൽ ഹവാജിബി സവാബിഗ, ഫീ ഗൈരി ഖറനിൻ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാത്ത നിലക്കുള്ള നേരിയതും നീണ്ടതും വളഞ്ഞതുമായ പിരുകമായിരുന്നു നബി തങ്ങളുടെ പിരുകം. അപ്പൊ കണ്ടാൽ തോന്നും, ഒറ്റ നോട്ടത്തിൽ തോന്നും രണ്ട് പിരികവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ചേർന്ന് നിൽക്കുന്നതല്ല. അങ്ങനത്തേതായ നേരിയതും നീണ്ടു വളഞ്ഞതുമായ പിരുകമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരുകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂക്കിനെ സംബന്ധിച്ച് ഹദീസിൽ കാണാം, അഖ്നൽ അർനീൻ, നബി തങ്ങളുടെ മൂക്ക് വലിയവരായിരുന്നു. നബിയുടെ മൂക്കിന് നടുവിൽ അല്പം വളവുള്ള നീണ്ട നേരിയ മൂക്കായിരുന്നുവെന്ന് ഇമാം ബൈഹഖി ദലായിലുൻ നുബുവയിൽ കൊണ്ടുവന്ന ഹദീസിലും കാണാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിന്റെ വിശേഷണം നാം മനസ്സിലാക്കണം. നബി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച, അതിനെ സംബന്ധിച്ച് ഇമാം ബൈഹഖി ദലായിലുൻ നുബുവയിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറാ ബിൽ ലൈലി ഫിൽ ദുൽമതി കമാ യറാ ബിൻ നാരി ഫിൽ ലൗഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകൽ വെളിച്ചത്തിൽ കാണുന്നത് പോലെ രാത്രി ഇരുളുകളിലും കാണുന്നവരായിരുന്നു. ഇരുട്ടത്തിൽ നബി തങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി ലഅറാകും മിൻ ബറാഇ ളഹരി,
ഞാൻ മുന്നിലേക്ക് കാണുന്നത് പോലെ തന്നെ എന്റെ കണ്ണുകൊണ്ട് പിന്നിലേക്കും കാണുന്നുണ്ട്. നബിതങ്ങൾ മുന്നിലേക്ക് കാണുന്നത് പോലെ തന്നെ കണ്ണുകൊണ്ട് പിന്നിലേക്കും കാണാൻ കഴിയുന്ന മഹാനായിരുന്നു ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നു മാത്രമല്ല, ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി നബിതങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ വിവരിച്ചെടുത്ത് പറഞ്ഞു കാണാം. ذكاء بصره حتى يكاد يبصر الشيء من أقصى الأرض. ഭൂമിയുടെ അങ്ങേ അറ്റത്തുള്ളത് വരെ നോക്കിക്കാണാൻ പ്രവാചകനിക്ക് കഴിയുമായിരുന്നു. ആ നിലക്ക് കാഴ്ചശക്തിയുള്ള മഹാനായിരുന്നു ഹബീബിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബിതങ്ങൾക്ക് അവിടുന്ന് കാണാൻ കഴിയും. മലക്കുകളെ തൊട്ടടുത്ത് പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉള്ളപ്പോൾ തന്നെ ജിബ്രീൽ വഹിയുമായിട്ട് വരുമ്പോൾ നബിതങ്ങൾ അവിടുത്തെ ഇതാ അസാധാരണത്വമുടെ കണ്ണുകൊണ്ട് ഇതാ ജിബ്രീലിനെ കാണുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മലക്കിനെ കാണാൻ കഴിയുന്നില്ല. നബിതങ്ങളുടെ കണ്ണ് അത് അസാധാരണത്വമുടെ കണ്ണായിരുന്നു. നല്ല സൗന്ദര്യമുള്ള കണ്ണായിരുന്നു നബിതങ്ങളുടെ കണ്ണ്. അല്ലാഹു തആല ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ, അവിടുത്തെ ശരീരത്തിന്റെ സൗന്ദര്യവും ഘടനയും ഒക്കെ പറയാനും നമുക്ക് കേൾക്കാനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.